അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ +2 ക്ലാസ്സിലേക്കുള്ള തഫ്സീറുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പരിശോധിക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. അൽ യൗമ നഖ്തിമു അലാ ഐദീഹിം അർജുലിഹിം അഫ്വാഹിഹിം. അഫ്വാഹിഹിം എന്നതാണ് ശരി ഉത്തരം. 2. ഇന്നമൽ മുഅ്മിനൂന ഡാഷ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ നസീഹത്തുൻ സലാമത്തുൻ. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. ഇഖ്വത്തുൻ എന്നതാണ് ശരി ഉത്തരം. 3. ഇന്നഹു അദുവ്വു മുബീൻ. അവൻ വ്യക്തമായ ശത്രുവാണ്. ജിന്ന്, ഷൈത്താൻ, ഇൻസാൻ. ഷൈത്താനാണ് ശരി ഉത്തരം. 4. അജ്ദാസ് മാനാഹു. അജ്ദാസ് എന്നതിനർത്ഥം അജ്സാദ്, അർവാഹ്, ഖുബൂർ. ഖുബൂറാണ് ഉത്തരം. 5. മിൻ ആഫാത്തിൽ ലിസാൻ. നാവ് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളിൽപ്പെട്ടതാണ് ഹസദ്, കെദിബ്, ഖത്ൽ. കെദിബാണ് ശരി ഉത്തരം. കെദിബ് എന്ന് പറഞ്ഞാൽ കളവ്. 6. അവ്വലു ജരീമത്തിൻ വഖഅത്ത് ബിസബബി ഡാഷ്. ആദ്യ കുറ്റം നടന്നത് എന്തിൻ്റെ കാരണത്താലാണ്? ബിസബബിൽ കിബർ, ബിസബബിൽ റിയാഇ, ബിസബബിൽ ഹസദ്. ഹസദ് കൊണ്ടാണ്. അതാണ് ശരി ഉത്തരം. ഹസദ് അസൂയ. ചേരുംപടി ചേർക്കുക. 7. മബനു നിഫാഖ്. നിഫാഖിന്റെ ഉറവിടം സി. അൽ കദിബ് കളവ് പറയാം. 8. അൽ ഹസദ് അസൂയ ഇ. ദാഉൻ മുഅ്ലിലുൻ. 9. അസ്ലു കുല്ലു മുസീബത്തിൻ എ. അർളിദാ അനി നഫ്സ്. എ. അർളിദാ അനി നഫ്സ്. സ്വയം തൃപ്തിയാവുക. ഞാൻ ചെയ്യുന്നൊന്നും തെറ്റില്ല എന്നുള്ളതെന്ന് തോന്നുക. അതാണ് എല്ലാ മുസീബത്തിൻ്റെയും അസ്ല്, അടിസ്ഥാനം. 10. മർഖദ്. മർഖദ് എന്നതിനർത്ഥം അന്നവും. ബി. അന്നവും ഉറക്ക്. 11. സ്വൈഹത്തുൽ മൗത്ത്. മരണത്തിന്റെ അട്ടഹാസം. അതേതാണ്? ഡി. അന്നഫ്ഖത്തുൽ ഉല. ഒന്നാമത്തെ ഊത്താണ്. പൂരിപ്പിക്കുക. 12. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ ഡാഷ് എണ്ണമാണ്. 6 എണ്ണമാണ്. 13. വിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിലും ഒരു ഡാഷ് പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. 14. ഒരു മുസ്ലിം മറ്റൊരുത്തനോട് ഡാഷ് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കരുത്. 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കരുത്. 15. തീ വിറകിനെ തിന്നുന്നത് പോലെ ഡാഷ് സൽക്കർമ്മങ്ങളെ തിന്നുകളയും. അസൂയ സൽക്കർമ്മങ്ങളെ തിന്നുകളയും. 16. ഏത് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാലും ഡാഷ് അതിൽ നിന്നും തിരിഞ്ഞു കളയും. അവിശ്വാസികൾ അതിൽ നിന്നും തിരിഞ്ഞു കളയും. 17. അന്ത്യനാളിൻ്റെ ആദ്യത്തെ ഊത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡാഷ് സാധിക്കില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. അദ്ദീനു അൻ നസീഹ. നസീഹത്തിന്റെ അർത്ഥം എന്താണ്? മാൻ എന്താണ്? ഗുണകാംക്ഷ. 19. സത്യത്തോട് മത്സരിക്കൽ, ജനങ്ങളെ നിസ്സാരമാക്കൽ. ഇവ എന്തിന്റെ ലക്ഷണമാണ്? അഹങ്കാരത്തിന്റെ. 20. അഹങ്കാരത്തിന്റെ വിപരീതമായ സൽഗുണം എന്ത്? വിനയം കാണിക്കൽ. 21. ധിക്കാരികളെ മാറി നിൽക്കൂ എന്ന് അല്ലാഹു തആല പറയും. എപ്പോൾ? ഖിയാമത്ത് നാളിൽ. 22. അന്ത്യനാളിൽ സാക്ഷി നിൽക്കുന്ന അവയവമേത്? കാൽ. 23. വിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ത്? ലിഖാഉല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടൽ. ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക. 24. ഉജ്ബ് എന്നാൽ എന്ത്? വിജ്ഞാനമോ കർമ്മമോ മറ്റെന്തെങ്കിലും അനുഗ്രഹമോ? അനുഗ്രഹം തരുന്ന അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയലിനെ വിസ്മരിച്ചുകൊണ്ട് പ്രസ്തുത അനുഗ്രഹത്തെ വലുതായി കാണൽ. 25. നാവിൻ്റെ ആപത്തുകളിൽ 4 എണ്ണം എഴുതുക. അനാവശ്യ സംസാരം, തർക്കവും സംവാദവും, ആരോപണമുന്നയിക്കൽ, പരിഹാസം. 26. അന്ത്യനാളിൽ 2ാമത്തെ ഊത്തുകൊണ്ട് എന്തു സംഭവിക്കും? എല്ലാവരും ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. 27. ഹസദ് എന്നാൽ എന്ത്? മറ്റൊരാളിലുള്ള ദീനിയോ ദുനിയവിയോ ആയ അനുഗ്രഹം അയാളെ തൊട്ട് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. 28. സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്തൗഹീദ് വൽ ഇസ്ലാം ഹുവ ത്വരീഖുൻ മുസ്തഖീം, അതായത് നേരായ മാർഗം. 29. അസൂയ എന്ന രോഗത്തെ 2 നിലയിൽ ചികിത്സിക്കാം. അവ ഏവ? ബിൽ ഇൽമി വൽ അമൽ. തിയറി കൊണ്ടും
പ്രാക്ടിക്കൽ കൊണ്ടും. 30 സ്വൈഹത്തുൻ വാഹിദ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ഒന്നാമത്തെ ഊത്ത്. 31 അന്ത്യനാളിന് വേണ്ടി വിശ്വാസി എങ്ങനെ തയ്യാറാവണം? ബിൽ ഈമാനി വൽ അമലി സ്വാലിഹ്, ഈമാന് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലിലുള്ള ബാധ്യതകൾ 6 ആകുന്നു. കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഉപദേശം തേടിയാൽ ഉപദേശം നൽകുക, തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഇർഹമുക്കുമുല്ലാ എന്ന് പറയുക, രോഗിയായാൽ സന്ദർശിക്കുക, ജനാസയെ അനുഗമിക്കുക, ജനാസയെ പിന്തുടരുക. 33 രണ്ടാമത്തെ ഊത്തിന് ശേഷമുള്ള അന്ത്യനാളിലെ രംഗങ്ങൾ. രണ്ടാമത്തെ ഊത്തോടുകൂടി സൃഷ്ടികളെ അവരുടെ ഖബറുകളിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെട്ടാൽ വിശ്വാസികളും തെമ്മാടികളുമായി ജനങ്ങൾ അന്ത്യനാളിൻ്റെ ഭീകരതയും ഭയാനതകളും കണ്ടുകൊണ്ട് പരിഭ്രാന്തിയിലാകും. അവിശ്വാസികൾ പുനർജനനത്തെ നിഷേധിക്കുന്നവരും ഈ ഭയാനക ദിവസത്തെ തള്ളിക്കളയുന്നവരുമായിരുന്നു. ദുഃഖത്തോടെ അവർ പറയും, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? പിന്നെ അവർ അംഗീകരിച്ചുകൊണ്ട് ഉറപ്പിച്ച് പറയും, ഇത് കാരുണ്യവാനായ അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളതും അവൻ്റെ ദൂതന്മാർ സത്യമായി പറഞ്ഞിട്ടുള്ളതുമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.